ഹേ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ് എ ഹ്യൂജ് മാറ്റർ. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത് ഒന്നല്ലെങ്കിൽ ഫുട്ബോളേഴ്സ് ആണ്, അല്ലെങ്കിൽ സിംഗേഴ്സ് ആണ്. യു ക്യാൻ വാച്ച് ഓൾ ദ പ്ലാറ്റ്ഫോംസ് ഓഫ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ആൻഡ് സോഷ്യൽ, ഓൾ ദ പ്ലാറ്റ്ഫോംസ് ഓഫ് സോഷ്യൽ മീഡിയ ദാറ്റ് പീപ്പിൾ ആർ മോസ്റ്റ്ലി ഫോളോവിങ് ഫുട്ബോളേഴ്സ് ആൻഡ് സിംഗേഴ്സ്. അതൊരു ഫാക്റ്റാണ്. ഫുട്ബോളേഴ്സും സിംഗേഴ്സും ആണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിരുന്നത്. ഉദാഹരണത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് സോഷ്യൽ മീഡിയയിൽ. ലയണൽ മെസ്സി, നെയ്മർ, അതുപോലെ തന്നെ സെലന ഗോമസ്, വീക്കെൻഡ്, ടൈലർ സ്വിഫ്റ്റ്, ബിയോൺസെ, ഇവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്. നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ തന്നെ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നത് നല്ലൊരു വിന്ന് ജയിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ചാമ്പ്യൻസ് ലീഗിൽ 4-0 PSG ജയിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്തു. ബട്ട് എന്നാണ് ഒരു ലൈഫ് സേവിങ് ആയിട്ടുള്ള ആൾക്കാർ, ലൈഫ് സേവിങ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത ആൾക്കാർ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് പറയാനുള്ളത്. ഓക്കെ, പീപ്പിൾ നോ എവരി സ്പോർട്സ് പേഴ്സൺ ആൻഡ് എന്റർടൈൻമെന്റ് പേഴ്സൺ ഇത് വേൾഡ്. ലോകത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന ആളുകളാണ് സ്പോർട്സ് പേഴ്സൺസും അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് വേൾഡിൽ എല്ലാവരും അറിയാം. പീപ്പിൾ നോ മെസ്സി, പീപ്പിൾ നോ നെയ്മർ, പീപ്പിൾ നോ ക്രിസ്ത്യാനോ റൊണാൾഡോ, സെന്തയ, ടോം ഹോളണ്ട്, ടൈലർ സ്വിഫ്റ്റ്, ബിയോൺസെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റോജർ ഫെഡറർ, വിരാട് കോഹ്ലി. ഇത് സ്പോർട്സ് പേഴ്സൺസിന് അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ഫീൽഡിലെ, അതായത് അവർ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഹാപ്പി ഹോർമോൺസിന് നമുക്ക് കംഫർട്ടായ രീതിയിൽ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന എല്ലാവരെയും നമുക്കറിയാം. ബട്ട് ഡു യു നോ കറ്റാലിൻ കരീക്കോ? നിങ്ങൾ കറ്റാലിൻ കരീക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരാണത്? അദ്ദേഹത്തിന്റെ പേര് പോലും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ കുറെ പേരുണ്ടാവും, അറിയുന്നവരും ഉണ്ടാവും. ബട്ട് ദാറ്റ്സ് എ 5% or 2%. ഐ തിങ്ക് ദാറ്റ്സ് എൻ accurate point of percentage, because people don't know about the Catalin Carrick വെച്ചിട്ട് ആർക്കും അറിയില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലോകത്തിൽ ഒരു കോവിഡിന്റെ ടൈമിൽ വി സഫേർഡ് ലോട്ട് ഓഫ് പീപ്പിൾ, മില്യൺസ് ഓഫ് പീപ്പിൾ മരിക്കേണ്ടതായിരുന്നു. ആ സിറ്റുവേഷനിൽ നമുക്ക് ഒരു ഫൈൻഡിങ്സ് പെട്ടെന്ന് തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കോവിഡ് വാക്സിൻ ഫൈൻഡ് ചെയ്ത് കറ്റാലിൻ കരീക്കയാണ്. ഈ കറ്റാലിൻ കരീക്ക് ഇല്ലെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ മരിച്ചു പോയാൽ കുറേ പേർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ നഷ്ടപ്പെട്ടു എങ്കിൽ പോലും മില്യൺസ് ഓഫ് ലൈഫ്സ് ആണ് അവർ സേവ് ചെയ്ത് ശരിക്കും ആ കോവിഡ് വാക്സിൻ ഫൈൻഡ് ചെയ്തോടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്രിസ്പർ ടെക്നോളജി പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ക്രിസ്പർ ടെക്നോളജി നമ്മുടെ ജനറ്റിക് എഡിറ്റിംഗ് ടെക്നോളജിയാണ്, ജീൻ എഡിറ്റിംഗ് ടെക്നോളജിയാണ്. നമ്മുടെ ഹ്യൂമൻ ജീനെ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ടെക്നോളജി. ഇത് മെഡിക്കൽ ഫീൽഡിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് അൺബിലീവബിൾ ആണ്. കാരണം ഇത് ട്രാൻസ്ഫോംഡ് ലോട്ട് ഓഫ് തിങ് ഇൻ മെഡിക്കൽ ഫീൽഡ് ഓർ ഹെൽത്ത് ഫീൽഡ്. സോ ഇതെങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്തതെന്ന് പോലും അറിയില്ല. ക്രിസ്പർ ടെക്നോളജി കേട്ടിട്ടുള്ളവരും ഞാൻ പറഞ്ഞതുപോലെ 5% ഓഫ് പീപ്പിൾ ആർ ലിറ്ററലി നോൺ അബൌട്ട് ദ ക്രിസ്പർ ടെക്നോളജി. അതിൻ്റെ സയന്റിസ്റ്റ് ആയിട്ടുള്ള ജെനിഫർ ഡോൾമാൻ്റെ പേര് പോലും അറിയാത്തവരായിരിക്കും കൂടുതൽ പേര്. സോ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിച്ചില്ല? they are not heroes for you. നിങ്ങൾക്ക് അവർ ഹീറോസ് അല്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം ക്രിസ്പർ ടെക്നോളജി വന്നിട്ട് പലതരത്തിലുള്ള HIV പോലെയുള്ള മാരക രോഗങ്ങൾക്ക് തന്നെ ജീൻ എഡിറ്റിങ്ങിലൂടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഹ്യൂമൻ സർവൈവലിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പല സിൻഡ്രോംസും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും ഈ ക്രിസ്പർ ടെക്നോളജി വന്നിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല. നമ്മൾ വി ഡോണ്ട് കെയർ അബൌട്ട് ദ സയന്റിസ്റ്റ്സ് who support us, who survive us, who survive the human race. ശരിയാണ്, മ്യൂസിക് ആൻഡ് സ്പോർട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് മ്യൂസിക്കും സ്പോർട്സും. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഐ ആം ഓൾസോ എ റയൽ മാഡ്രിഡ് ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ. ഞാൻ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ്. ഐ എം എ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ ആൻഡ് ഐ ആം ഓൾസോ എ ജൂഡ് ബെല്ലിംഗ്ഹാം ഫാൻ. ഐ ഫോളോ ദ ഫുട്ബോൾ എവറി ടൈം. ഐ എം എൻജോയിങ് ഫുട്ബോൾ. ഒരു നൈറ്റ് ചാമ്പ്യൻസ് ലീഗ് 12:30 ഇരുന്ന് കാണാന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ബട്ട് അതുപോലെ തന്നെ നമ്മളൊരു ബ്രേക്കപ്പിൽ വന്നാലും അല്ലെങ്കിൽ നമ്മളൊരു നമ്മുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കുറേ സോങ്സ് ഈ ടൈലർ സ്വിഫ്റ്റ് ആയാലും ബിയോൺസെ ആയാലും വീക്കെൻഡ് ആയാലും സൂസാൻ സിംഗ് ആയാലും ലാബ്രിന്ത് ആയാലും അങ്ങനെ കുറേ പേര് നമുക്ക് തരുന്നുണ്ട്. സോ മ്യൂസിക് സപ്പോർട്ടേഴ്സ് നമ്മളെ ഹീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ. ബട്ട് ഡു യു കൺസിഡർ അബൌട്ട് ദ സയൻസ്? നമ്മുടെ ലൈഫിനെ തന്നെ ഇത്ര ഈസി ഗോയിങ് ആക്കുന്നത് സയൻസ് ആണ്. നമ്മുടെ ലൈഫിനെ തന്നെ ഇത്രയ്ക്കും ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആക്കി. ഇപ്പോൾ ഈ ഫീൽഡ് ആണെങ്കിൽ പോലും, മ്യൂസിക് ആണെങ്കിലും അതുപോലെ തന്നെ ഫുട്ബോൾ ആണെങ്കിൽ പോലും ഇത്രയും ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് തന്നത് തന്നെ സയൻസ് ആണ്. ഈ 5% ഓഫ് സയന്റിസ്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഈ വേൾഡ് സസ്റ്റെയിൻ ചെയ്യാൻ കാരണം തന്നെ ഈ 5% ഓഫ് സയന്റിസ്റ്റുകളാണ്. സോ അതാണ് നമ്മൾ ഫോർഗെറ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള റോൾ മോഡൽസ് കൂടുതൽ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ്, നമ്മുടെ ഹ്യൂമൻ റേസ് തന്നെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. സോ I'm telling that music heals, sports support us. We like the roller coaster of all the sports, but we want to like science, because
ദാറ്റ്സ് ഇൻഫർമേഷൻ. ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. സോ ദാറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും വി വാണ്ട് ടു സ്റ്റഡി ദ സയൻസ്, വി വാണ്ട് ടു ഇൻഫ്ലുവൻസ് ബൈ ദ സയൻസ്. എന്നാൽ മാത്രമാണ് നമുക്കൊരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമാണ് നമുക്കൊരു ബെറ്റർ ജനറേഷൻസ് ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമാണ് ഹ്യൂമൻ റേസ് സർവൈവ് ചെയ്യുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.